നും ആദരണീയനും സർവോപരി ജനങ്ങൾക്ക് ധാരാളം സിനിമകളിലൂടെ ഒത്തിരി മെസ്സേജുകൾ പങ്കുവച്ചതുമായ ശ്രീ ശ്രീനിവാസൻ അവർക്ക് ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ മലയാളത്തിന് മാത്രമല്ല, സിനിമാ ലോകത്ത് തന്നെ ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഇനിയും ധാരാളം സിനിമകളിലൂടെ നമുക്ക് ധാരാളം മെസ്സേജുകൾ തരികയും ഓരോ അനുഭവ പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയും സർവോപരി നർമ്മരസത്തിലൂടെ പല കാര്യങ്ങളും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരു അനുഗ്രഹീത കലാകാരനായിരുന്നു. കലാകാരന്മാർ അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവർക്കുള്ളത്. എല്ലാ കലാകാരന്മാരും അനുഗ്രഹീതരാണ്. ഈശ്വരാനുഗ്രഹം, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈശ്വരിയുടെ അനുഗ്രഹം, ആദിപരാശക്തിയുടെ അനുഗ്രഹം, അത് കിട്ടിയിട്ടുള്ളവരാണ് കലാകാരന്മാരായിട്ട് ഉയരുന്നത്. അവരെ ദൈവം ഈശ്വരി അങ്ങ് അനുഗ്രഹിക്കുക. പിന്നെ മഹാകവി കാളിദാസനെ അനുഗ്രഹിച്ചത് ഈശ്വരിയ ദേവിയാണ്. നമ്മളിലെ കഴിവുകൾ വളരണമെങ്കിൽ ഈശ്വരിയെ പ്രാർത്ഥിക്കണം. സർവോപരി നമ്മൾ വിശുദ്ധരായിരിക്കണം. വിശുദ്ധരായവർക്ക് കല വഴങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ കല നമ്മളിലൂടെ വന്നിട്ട് അങ്ങ് തിരിച്ചു പോവുകയുള്ളൂ. അത് വരുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിലേ അത് നമ്മളിൽ ഉണരുകയുള്ളൂ. എല്ലാവരിലും വരാറുണ്ട് ഒരു മൂളിപ്പാട്ടെങ്കിലും സ്വന്തമായിട്ട്. പക്ഷേ അത് വരുമ്പോൾ തന്നെ അത് എഴുതി വെക്കണം. പിന്നീട് ആ എഴുതി വെച്ചതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നല്ലൊരു കവിതയോ ഗാനമോ ആക്കണം. മഹാകവി കുമാരനാശാൻ അങ്ങനെയായിരുന്നു. ഒറ്റ അടിക്ക് എഴുതുമല്ല, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ഓരോ വരികൾ അല്ലെങ്കിൽ 2 വരികൾ വരുന്നത് എഴുതി വെക്കും. ആർക്കും നല്ല കവിതകൾ എഴുതാം. പക്ഷേ നമുക്കാർക്കും സമയമില്ലല്ലോ. വീട്ടിലെ ദാരിദ്ര്യത്തിന് എങ്ങനെ ശമനം വരുത്താമെന്ന് വിചാരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യുക. നമ്മളെ ഒരു കൂട്ടരോ അറിഞ്ഞുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുകയും ഈ കൊടിയ ചൂഷണത്തിന് വിധേയമായി അതിഭയങ്കരമായി വിലക്കയറ്റത്തിന് വിധേയമായി നമ്മൾ ജീവിതം തള്ളി നീക്കുക. ഓരോ ദിവസവും എന്തോരം കഷ്ടപ്പാടുകളാണ് ഓരോ മനുഷ്യൻ വെളുപ്പിനെ ഉണർന്ന് രാത്രി വരെ പാതിരാത്രി വരെ ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. അന്തി വരെയും വണ്ടി വലിക്കും കാളയ്ക്കെന്താശ, അന്തി കഴിഞ്ഞും ചുമട് ചുമക്കും കഴുതയ്ക്കെന്താശ. കഴുതകളെപ്പോലെയും കാളകളെപ്പോലെയും അടിമകളെപ്പോലെയും പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവർ. ഒരു വിഭാഗം ജനത അവരെ ചൂഷണം ചെയ്യുന്നു. ഈ ചൂഷണം ചെയ്യുന്നവരെ അങ്ങ് സ്തുതിച്ചു പാടി പുകഴ്ത്തി ഉന്നതരാക്കുന്ന കുറേ സ്തുതിപാഠകരും. ഭൂമി അങ്ങനെ ആയിപ്പോയി. സാരമില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനും ആദരണീയനും സർവോപരി എല്ലാ തലത്തിലും കഴിവുള്ള ആളുമായിരുന്ന ശ്രീനിവാസൻ അവരുടെ നിര്യാണത്തിൽ വീണ്ടും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.